നമസ്കാരം. വ്യത്യസ്തമായിട്ടുള്ള വീടുകൾ തേടി നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മലപ്പുറത്ത് മഞ്ചേരിയിലാണ്. എൻ്റെ പുറകിൽ കാണുന്ന നിയോ ക്ലാസിക്കൽ സ്റ്റൈലിൽ ചെയ്തിരിക്കുന്ന വീടിൻ്റെ എക്സ്റ്റീരിയർ ഇൻറ്റീരിയർ കാഴ്ചകളാണ് ഇന്ന് നിങ്ങളെ കാണിക്കുന്നത്. അടിപൊളി ഒരു വീടാണ്. അടിപൊളിയായിട്ടുള്ള ആർക്കിടെക്ചറൽ ഫേമുമാണ് ഈ വീട് ചെയ്തിരിക്കുന്നത്. രണ്ടുപേരെ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും മൈ ബെറ്റർ ഹോമിൻ്റെ പുതിയൊരു കിടിലൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതാണ് ഈ വീടിൻ്റെ എലിവേഷൻ. എന്തൊരു കിഡു ലുക്കാണെന്ന് നോക്കൂ. പകല് നിങ്ങൾ എങ്ങനെയാണോ കാണുന്നത് അതിനേക്കാൾ ഡബിൾ ആംബിയൻസിലാണ് നൈറ്റിൽ ഈ വീടിൻ്റെ വിഷ്വൽസ് വരിക. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു എലിവേഷൻ, അതേപോലെ കിടിലൊരു ഇൻറ്റീരിയറാണ് ഈ വീടിൻ്റെ പ്രത്യേകത വരുന്നത്. മനോഹരമായിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട്. മുറ്റത്ത് ബാംഗ്ലൂർ സ്റ്റോൺ വിരിച്ചിട്ടുണ്ട്. നല്ലൊരു എലിവേഷനിൽ പ്രൊഫൈൽ ലൈറ്റിങ്ങൾ കൊടുത്തിട്ടുണ്ട്. നൽകിയിരിക്കുന്ന സെറാമിക് കോഡുകൾ നല്ല ഹൈലൈറ്റ് ആയിട്ട് വിസിബിൾ ആവുന്നുണ്ട്. കിടിലനൊരു കളർ കോമ്പിനേഷനാണ്. എല്ലാ ഡീറ്റെയിൽസും 1 by 1 ആയിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കോമ്പൗണ്ട് ഗേറ്റിൻ്റെ ഡിസൈനിലേക്ക് വരാം. ഗംഭീരമായിട്ടുള്ളൊരു ഗേറ്റാണ് ഫ്രണ്ടിൽ നൽകിയിരിക്കുന്നത്. ഒരു ക്ലാസിക്കൽ സ്റ്റൈലിൽ വരുന്ന ഗേറ്റ്. ഈ ഗേറ്റ് ശരിക്ക് കാസ്റ്റ് അയണിൽ ചെയ്യുന്നവരുണ്ട്, അലോയിൽ ചെയ്യുന്നവരുണ്ട്. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ എക്സ്പെൻസ് ഭയങ്കരമായിട്ട് വർദ്ധിക്കും. സ്വാഭാവികമായിട്ടും ഈ ക്ലാസിക്കൽ സ്റ്റൈലിന് ഒരുപാട് ഡിസൈൻ വർക്കുകൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു എസ്റ്റിമേഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു 4 ലക്ഷത്തിന് മുകളിലേക്കൊക്കെ പലപ്പോഴും കോട്ട് പോകാറുണ്ട്. ഇവിടെ ഇതിൻ്റെ ആർക്കിടെക്ട്സ് 1 ലക്ഷം രൂപയ്ക്ക് താഴെ ഈ ഒരു ഗേറ്റ് പൂർത്തിയാക്കിയിട്ടുണ്ട്. അവരുടെ ഡിസൈനിൽ അവർക്ക് വേണ്ട രീതിയിൽ തന്നെ ഇവിടെ CNC വർക്ക് കൊടുത്തു. ഇതെല്ലാം GI പൈപ്പിൽ PU പെയിൻറ്റ് ചെയ്തു. ഒരു കിഡിലൻ ക്ലാസിക്കൽ ഗേറ്റ് തന്നെ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. വീടിൻ്റെ ആംബിയൻസിന് വലിയൊരു റോള് ഈ ഒരു ഗേറ്റ് വഹിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ചൊരു ഉയരത്തിലാണ് വീട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു വ്യൂ റോഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഈ വീടിന് ലഭിക്കുന്ന രീതിയിലാണ് വീടിൻ്റെ പൊസിഷൻ വരുന്നത്. 2 ഭാഗത്തും ലാൻഡ്സ്കേപ്പുകൾ നൽകിയിരിക്കുന്നു. ഈ ഭാഗത്ത് ബഫല്ലോ ഗ്രാസ് ആണ് നൽകിയിട്ടുള്ളത്. നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ കൊറിയൻ ഗ്രാസ് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലത്തെ നിയോ ക്ലാസിക്കൽ വീടുകളുടെ പ്രത്യേകതയാണ് പില്ലറുകൾ വലിയ പില്ലറുകളായിരിക്കും എന്നുള്ളത്. സിറ്റൗട്ടിൻ്റെ 2 പില്ലറുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ പ്ലാസ്റ്ററിങ്ങിൽ ഗ്രൂ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കളർ കോമ്പിനേഷനിലേക്ക് വരികയാണെങ്കിൽ ഒരു ഓഫ് വൈറ്റ് ലൈറ്റ് ഗ്രേ ഷെയ്ഡിൽ വരുന്നൊരു കളറാണ് നൽകിയിരിക്കുന്നത്. ജോട്ട് എന്ന് പറയുന്ന പെയിൻ്റ് ആട്ടോ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ജോട്ടിൻ്റെ കളർ എക്സ്ട്രീം എന്ന് പറയുന്ന പെയിൻറ്റ് സീരീസിൽപ്പെട്ടൊരു ഷെയ്ഡാണ്. കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ, അതായത് ഈ പെയിൻറ്റിൻ്റെ കോഡ് എത്രയാണെന്നൊക്കെ വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മൾ അതും കൂടി ഉൾപ്പെടുന്നതായിരിക്കും. വേറെ ഒരു ചാനൽ കാണുന്നത് പോലെയും നിങ്ങൾ മൈ ബെറ്റർ ഹോമിനെ കാണണ്ട. വീട് വെക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ സീരിയസ് ആയിട്ടൊരു പേപ്പറും പെന്നും എടുത്തിരുന്നിട്ട് നമ്മുടെ കണ്ടൻറ്റുകളിൽ നിന്ന് ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് എഴുതി പഠിക്കാൻ പറ്റുന്ന രീതിയിൽ കണ്ടൻറ്റ് റിച്ച് ആയിട്ടായിരിക്കും ഇനി മുതൽ നമ്മുടെ വീഡിയോസ് വരാൻ പോകുന്നത്. ഇതാണ് ഈ വീടിൻ്റെ സിറ്റ് ഔട്ട്. മനോഹരമായിട്ടുള്ളൊരു സിറ്റ് ഔട്ട്. ഓരോ മെറ്റീരിയൽസും നമ്മൾ എണ്ണി പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഇവിടെ നൽകിയിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ്. ഗ്രാനൈറ്റ് ബ്ലാക്കിൽ തന്നെ നൽകിയിരിക്കുന്നു. നേരെ ഈ ഭാഗത്ത് ഫ്ലോറിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഇത് ടൈലാണ്. ബീജ് ടോണിൽ വരുന്നൊരു ടൈലാണ്. ഫിനിഷിലേക്ക് വരുന്ന സമയത്ത് ഒരു സാറ്റിൻ ഫിനിഷ്, മാറ്റും അല്ല ഗ്ലോസി അല്ല, ഒരു സാറ്റിൻ ഫിനിഷ് എന്ന് പറയുന്ന ഒരു ഫിനിഷാണ്. ഒരു ബേബി ടച്ച് പ്രീമിയം ഫീല് കിട്ടുന്ന ടൈലുകളുടെ ഒരു ഫിനിഷില്ലേ, നമുക്ക് തൊടുന്ന സമയത്ത് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ വലിയൊരു ഡോർക്കം വിൻഡോയാണ് വീടിന് നൽകിയിട്ടുള്ളത്. ഒരു ക്ലാസിക് ഡിസൈനിൽ വരുന്ന ഡോർക്കം വിൻഡോ. മരത്തിൽ ഡോറ് ചെയ്തിട്ടേ അതിൽ PU പെയിൻറ്റ് ചെയ്ത് ക്ലാസിക് ആയിട്ടുള്ള ഹാൻഡിൽസ് ഒക്കെ നൽകിയിട്ടാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ വൈറ്റ് ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ട് മരത്തിൽ കൊടുത്തിരിക്കുന്നത് PU പെയിൻ്റ് ആണ്. ഇവിടെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. 3 ഗസ്റ്റുകൾ വരികയാണെങ്കിൽ ഇവിടെ ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് നൽകിയിട്ടുണ്ട്. അതിൽ റെക്സിനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. സൈഡിൽ ഇതേപോലൊരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഈ സ്റ്റെപ്പിൽ കൊടുത്തിരിക്കുന്ന അതേ ഗ്രാനൈറ്റ് കൊടുത്തു. ഒരു ഷൂ റാക്കും ഇവിടെ നൽകിയിട്ടുണ്ട്. വൈറ്റിൽ ഗോൾഡൻ ഫിനിഷിലാണ് ഷൂ റാക്ക് നൽകിയിട്ടുള്ളത്. 2 സൈഡിലും ഇതേപോലെ ഇരിക്കാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ആളുകൾക്ക് സിറ്റ് ഔട്ടിൽ ഇരിക്കാം. ശരിക്കും നമ്മൾ സ്വന്തം വീട്ടിലിരിക്കുകയാണെങ്കിൽ ഈ സീറ്റിലിരിക്കുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് കംഫർട്ട് ഇതേപോലെ നമ്മുടെ വീടിൻ്റെ ഇരുത്തി എന്നൊക്കെ പറയുന്ന ഈ ഭാഗത്ത് ഇരിക്കാനായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ ഒരു സ്ഥലം കൊടുത്താൽ നല്ലൊരു ആംബിയൻസ് ആവും. ഒരിക്കലും നമ്മുടെ വീടിൻ്റെ ഡിസൈനിന് ഔട്ട് ആവാതെ തന്നെ നമുക്ക് ഇതേപോലെ സിമ്പിളായിട്ട് കൊടുക്കാൻ പറ്റും. വീടിൻ്റെ അകത്തേക്ക് നമുക്കൊന്ന് കയറി നോക്കാം. നല്ല രസമുള്ളൊരു വീട് വേണം. അടിപൊളിയായിട്ട് ഇൻറ്റീരിയർ ചെയ്യണം. പക്ഷെ ഒരിക്കലും അത് ട്രെൻഡ് ഔട്ട് ആവാൻ പാടില്ല. അത് ഏത് സ്റ്റൈലാണെന്നൊന്നും പറയാൻ ഹൗസ് ഓണർക്ക് അറിയില്ല. പക്ഷെ അതൊക്കെ കണ്ടറിഞ്ഞ് അടിപൊളിയായിട്ട് ചെയ്തോളണം. അങ്ങനെ ഇവിടുത്തെ ആർക്കിടെക്റ്റ് ST ക്ലാവിയോസ് നിയോ ക്ലാസിക്കൽ തീമിൽ ചെയ്തിരിക്കുന്ന ഒരു കിഡിലം പ്രൊജക്റ്റിലാണ് നമ്മളിത് നിൽക്കുന്നത്. സോ പ്രൊജക്റ്റ് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണാം. അതിൻ്റെ കൂടെ ആർക്കിടെക്റ്റിനെ ഒന്ന് പരിചയപ്പെടാം. വെൽക്കം ചെയ്യാം ST ക്ലാവിയോയുടെ ടീമിനെ. ആർക്കിടെക്റ്റ് ദാനിഷ് അജ്മലാണ് നമ്മുടെ കൂടെ ഉള്ളത്. വെൽക്കം ടു മൈ ബെറ്റർ ഹോം. നമ്മുടെ സ്ഥാപനത്തെ ഒന്ന് പരിചയപ്പെടുത്തു, ആർക്കിടെക്ചറൽ സർവീസിനെ ഒന്ന് പരിചയപ്പെടുത്തു. ST ക്ലാവിയോ എന്നാണ് നമ്മുടെ കമ്പനിയുടെ പേര്.
നമ്മൾ ഓൾറെഡി ആർക്കിടെക്ചർ ഇൻറ്റീരിയർ ഒക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു. കാലിക്കറ്റിലാണ് നമ്മുടെ ഓഫീസ് വരുന്നത്. എൻ്റയർ കേരള നമ്മൾ പ്രോജക്ട്സ് എടുത്ത് ചെയ്യുന്നുണ്ട്. നമ്മുടെ അടുത്ത് ലത്തീഫ് എന്ന് പറയുന്ന ഈ ഒരു ക്ലയൻറ്റ് വരുന്ന സമയത്ത് പുള്ളിക്കാരന് നിയോ ക്ലാസിക്കൽ തീമിലുള്ള വീട് വേണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഒന്നും പറഞ്ഞു തരാൻ അറിയില്ലായിരുന്നു. പുള്ളിയുടെ ഒരു കൺസേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെൻഡ് ഔട്ട് ആവരുത്. അതായത് കുറച്ചും കൂടി ഒരു അധികവും ഒരു പേസ്റ്റൽ കളേഴ്സ് കാര്യങ്ങൾ, കുറച്ച് ഗോൾഡിനോടൊക്കെ ഇഷ്ടമുള്ള ഒരു കൈൻഡ് ഓഫ് ഇഷ്ടങ്ങളായിരുന്നു പുള്ളിക്കാരന് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ളൊരു മൂഡ് ബോർഡാണ് ഈ ഒരു പ്രൊജക്റ്റിൽ നമ്മൾ പുള്ളിക്ക് മുമ്പിൽ വെച്ചത്. അപ്പോൾ ആ കോൺസെപ്റ്റ് പുള്ളിക്കാരന് ഇഷ്ടമാവുകയും ചെയ്തു. അതിൽ നിന്ന് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രൊജക്റ്റ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത്. 100% ഒരു ക്ലയൻറ്റിനെ നമ്മൾ ഒരു പ്രൊജക്റ്റ് എക്സിക്യൂട്ട് ചെയ്തിട്ട് സാറ്റിസ്ഫൈഡ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ് ഈ ഒരു മേഖലയിൽ. അപ്പം അങ്ങനെ നമുക്ക് ഇന്ന് ഏകദേശം നമ്മളിപ്പോൾ ഒരു 1 month കഴിഞ്ഞു ഈ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട്. ഇന്ന് നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് പുള്ളിക്കാരനോടൊപ്പം നിന്ന് നമുക്ക് ഈ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നത് നമ്മൾ ആ ഒരു പുള്ളി ഉദ്ദേശിച്ച കറക്റ്റ് കോൺസെപ്റ്റ് ഡെലിവർ ചെയ്യാൻ സാധിച്ചത് കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സിറ്റ് ഔട്ടിൽ നിന്ന് കയറി വരുന്നത് പാസേജ് സ്പേസിലേക്കാണ്. ഒരു കോമൺ സ്പേസ് ആയിട്ടുള്ള ഏരിയ ആണ്. നല്ല ഏരിയ ഉണ്ട് കേട്ടോ, സ്പേഷ്യസ് ആയിട്ടുള്ളതാണ്. വാളുകളൊക്കെ ക്ലാസിക് മോൾഡിങ് ചെയ്തിരിക്കുകയാണ്. വെയിൻസ്കോട്ട് മോൾഡിങ്ങുകൾ സെറ്റാക്കിയിട്ടുണ്ട്. നേരെ മുന്നോട്ട് വരുമ്പം ഇവിടെയാണ് ലിവിങ് സ്പേസ് വരുന്നത്. അവിടെ ഫ്ലൂട്ടഡ് ഗ്ലാസ് ആണ് ഡോറായിട്ട് നൽകിയിട്ടുള്ളത്, ഗ്ലാസ് ഡോർ നൽകിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് പ്രൈവസി വേണമെങ്കിൽ ഇതേപോലെ ക്ലോസ് ചെയ്തിടാം. ഓപ്പൺ ചെയ്യണമെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ഇതേപോലെ സ്ലൈഡ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ലിവിങ് സ്പേസിലേക്ക് വരികയാണെങ്കിൽ ഫോർമൽ ലിവിങ് സ്പേസ് ആണ് നമ്മൾ ഈ കാണുന്നത്. അടിപൊളിയായിട്ട് ന്യൂട്രൽ കളർ കോമ്പിനേഷനിൽ ചെയ്തിട്ടുണ്ട്. 3 ആളുകൾക്ക് അവിടെ ഇരിക്കാം, ഓരോരുത്തർക്ക് 2 സൈഡിലും ഇരിക്കാം. എൽ ഷേപ്പിൽ കർട്ടൻ ചെയ്തിട്ടുണ്ട്. സീലിങ്ങിലേക്ക് വരികയാണെങ്കിൽ പ്രൊഫൈൽ ലൈറ്റ്, അതേപോലെ നല്ല രസമുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ്. ഇതാണ് ലിവിങ്ങിൽ ചെയ്തിരിക്കുന്ന ഡിസൈന്. ടി വി വെക്കാൻ വേണ്ടിയിട്ട് ഈ ഭാഗത്ത് ഒരു ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ബീജ് കളർ, എല്ലാം ഒരു ന്യൂട്രൽ ഷെയ്ഡിലാണ് ചെയ്തിട്ടുള്ളത്. അതിനോട് ചേരുന്ന വൈറ്റും ബീജും വരുന്ന ഒരു ടി വി യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ഈ വീട്ടിലേക്ക് നമ്മൾ നേരെ കയറി വന്നാൽ ഫ്ലോറിങ് തൊട്ട് തുടങ്ങാം. ഫ്ലോറിങ്ങിൽ വിട്രിഫൈഡ് ടൈലാണ് ചെയ്തിട്ടുള്ളത്. 8x4 സൈസിൽ വരുന്ന വിട്രിഫൈഡ് ടൈൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മാർബിൾ വിരിച്ച അതേ ഫീലിൽ തന്നെ ടൈല് നമുക്ക് ഫീൽ ചെയ്യും. ഒരു ബീജ് കളറിലുള്ള ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നെക്സിയോൺ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് അതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. നേരെ നമ്മൾ ഈ ഒരു സ്ലൈഡിംഗ് ഡോറിലേക്ക് വരികയാണെങ്കിൽ എപ്കോ എന്ന് പറയുന്ന ബ്രാൻഡാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. എപ്കോയുടെ ഈ സ്ലൈഡറും ഈ പ്രൊഫൈലും ആണ് കിട്ടുക. ഗ്ലാസ് നമ്മൾ ഫ്ലൂട്ടഡ് ഗ്ലാസ് മേടിച്ചിട്ട് ഇതിലേക്ക് അസംബിൾ ചെയ്യുകയാണ് ചെയ്യുക. വാൾ കളറിലേക്ക് വരുമ്പം ഇവിടെ ജോട്ടൻ എന്ന് പറയുന്ന പെയിൻ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ജോട്ടൻ്റെ തന്നെ മൈ ഹോം എന്ന് പറയുന്ന സീരീസിൽ വരുന്ന പെയിൻ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു ക്രീം കളർ, ഓഫ് വൈറ്റ് കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ടേബിളിലേക്ക് വരികയാണെങ്കിൽ കൗണ്ടർ ടോപ്പ് നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം. ഡബിൾ തിക്നെസ് വരുന്ന കൗണ്ടർ ടോപ്പാണ്. അതിൻ്റെ ലെഗ് നോക്ക്, നല്ല രസമുള്ളൊരു ലെഗ് വരുന്നുണ്ട്. ഒരു ഫ്ലൂട്ടഡ് ഫിനിഷ് വരുന്നൊരു ലെഗാണ് അതിൽ നൽകിയിട്ടുള്ളത്. അതിലൊരു ഗോൾഡൻ ടച്ച് ഒക്കെ വരുന്നുണ്ട്. നല്ല ഒരു ലക്ഷറി ഫീല് കിട്ടുന്ന രീതിയിലാണ് കൗണ്ടർ ടോപ്പ് നൽകിയിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് ചെയർ നൽകിയിട്ടുള്ളത്. ചെയറിൻ്റെ ലെഗിന് സെപ്പറേറ്റ് വൈറ്റ് ഫിനിഷ് പിന്നീട് അടിച്ചതാണ്. കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയർ പണിയിപ്പിച്ചതുമാണ്. നേരെ മുകളിലേക്ക് വരികയാണെങ്കിൽ സീലിങ്ങിൽ നല്ലൊരു ലക്ഷറി ഫിനിഷ് സീലിംഗ് കൊടുത്തിട്ടുണ്ട്. ഒരു ഹാങ്ങിങ് ലൈറ്റ് സിമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നു. ഒരു ഗോൾഡൻ ടീ പ്രൊഫൈൽ, ടീ ഷേപ്പിൽ അത് കിട്ടുക. സീലിങ്ങിനകത്തേക്ക് ആ ടീയുടെ ഭാഗം കയറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സ്ട്രിപ്പ് പോലെ നമുക്കത് ഫീൽ ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇതാണ് മോൾഡിങ്സ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള നിയോ ക്ലാസിക് വീടുകൾക്ക് ഈ മോൾഡിങ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് PVC മെറ്റീരിയലാണ്, ചെതൽ പിടിക്കൂല. അതേപോലെ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എക്സ്പെൻസും വളരെ കുറവാണ്. നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് പെയിൻറ്റ് വേണമെങ്കിലും അടിക്കാം. നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഏതൊരു വീടിൻ്റെയും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ് ആ വീട്ടിലെ കിച്ചൺ. ഹോം ടൂർ കാണുന്നവരൊക്കെ മെയിനായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു ഏരിയ കൂടെയാണ് കിച്ചൺ. ഫോർമൽ കിച്ചണാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു എൻട്രൻസിൽ തന്നെ വെൽക്കം ഏരിയയിൽ തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിരിക്കുന്നു. ഇതേപോലത്തെ 2 ഹാങ്ങിങ് ലൈറ്റുകൾ നൽകിയിട്ടുണ്ട്. കിച്ചണിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയാണ് ഒരു ടോൾ യൂണിറ്റ് നൽകിയിട്ട് ഫ്രിഡ്ജ് കൊടുത്തിരിക്കുന്നത്. LGയുടെ സൈഡ് ബൈ സൈഡ് തുറക്കാൻ പറ്റുന്ന ഫ്രിഡ്ജാണത്. ഓവൺ ഹാഫ് ലേഡ് കൊടുത്തിരിക്കുന്നു, OTGയും ഹാഫ് ലേഡത്. ഒരു ഇംഗ്ലീഷ് ടൈപ്പ് പ്രൊഫൈലാണ് ഇതിൻ്റെ ഷട്ടേഴ്സിൻ്റെ ഡോറിനൊക്കെ കൊടുത്തിട്ടുള്ളത്. അതേ ഡിസൈൻ തന്നെ നമുക്ക് കിച്ചണിൽ ഇവിടെ കാണാൻ സാധിക്കും. നല്ല രസമുള്ള ഒരു ക്രീം കളറ് കിച്ചൺ ഷെയ്ഡാണ് നൽകിയിട്ടുള്ളത്. ഒരു ക്യാപ്പുച്ചിനോനോടും ഒരു ലാവൻഡറിനോടൊക്കെ ടച്ച് വരുന്നൊരു ഷെയ്ഡാണ്. നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ ഷെയ്ഡ് ഞാൻ കണ്ടുപിടിച്ചിട്ട് കമൻറ്റിൽ റിപ്ലൈ ചെയ്തു തരുന്നതായിരിക്കും. ക്ലാസിക്കൽ സ്റ്റൈൽ കിച്ചൺ എന്നാണ് ഈ ഒരു ഡിസൈനിൽ വരുന്ന കിച്ചനെ പറയുക. കൗണ്ടർ ടോപ്പിലേക്ക് വരുന്ന സമയത്ത് കോഡ്സ് ആണ് കൗണ്ടർ ടോപ്പ് ആയിട്ട് ഇതിൻ്റെ മുകളിൽ നൽകിയിരിക്കുന്നത്. നല്ലൊരു ഫിനിഷ് അതിന് വരുന്നുണ്ട്. ഇതേപോലത്തെ ചെറിയ പീസ് ടൈലുകൾ മേടിച്ചിട്ടാണ് കിച്ചൻ്റെ വാൾ ടൈലായിട്ട് കൊടുത്തിരിക്കുന്നത്.
ഇവിടുത്തെ ഹുഡ് ആൻഡ് ഹോബ് നോക്ക്, കൗണ്ടറിനോട് ചേർന്ന് നിൽക്കുന്ന ഹുഡ് ആൻഡ് ഹോബാണ്. ഹാഫ്ലേ എന്ന് പറയുന്ന കമ്പനിയുടേതാണ്. ഒരു ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് എന്നൊക്കെ നമുക്ക് പറയാം. നമുക്ക് നേരെ ഇതിൻ്റെ മുകളിലേക്ക് പാത്രങ്ങൾ വെച്ച് കഴിഞ്ഞാൽ കറണ്ടിൽ പ്രവർത്തിക്കുന്ന ഒരു ഇൻഡക്ഷൻ കുക്ക് ടോപ്പാണ്. ഫാബറിൻ്റെതാണ് ഇവിടുത്തെ ഹുഡ് നൽകിയിരിക്കുന്നത്. ഇവിടെ നല്ല രസമുള്ള ഒരു ക്രോക്കറി യൂണിറ്റ് ഉണ്ട്. നല്ലൊരു പ്രീമിയം സ്റ്റൈലുണ്ട്. അതിൻ്റെ ഒരു കളറാണ് ആ ഒരു പ്രീമിയം സ്റ്റൈല് കൊണ്ടുവരുന്നത്. ഒരുപാട് നല്ല പാത്രങ്ങൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമുള്ള പാത്രങ്ങൾ നാട്ടിൽ നിന്നൊക്കെ മേടിച്ച് ഓരോരോ ഷോപ്പിൽ നിന്ന് മേടിച്ച് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ പാത്രങ്ങൾ ഇഷ്ടമുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക ഈ ഭാഗത്തേക്കായിരിക്കും അല്ലേ. ഇപ്പോഴത്തെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ ഓഡിയൻസിൽ തന്നെ ഒരുപാട് ആളുകൾ പാത്രങ്ങൾ ഇഷ്ടപ്പെടുന്നവരുണ്ട്, നല്ല കിച്ചൺസ് ഇഷ്ടപ്പെടുന്നവരുണ്ട്, നല്ല ഇൻറ്റീരിയർ വർക്ക്സ് ഇഷ്ടപ്പെടുന്നവരുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ എന്തിനെക്കുറിച്ചുള്ള വീഡിയോസാണ് ചെയ്യേണ്ടത് നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് ഞങ്ങൾ വീഡിയോ ചെയ്യുന്നുണ്ടാവും. അല്ലാതെ ഞങ്ങൾ ഇഷ്ടത്തിന് വീഡിയോ ചെയ്യുന്ന സമയത്ത് ചിലപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ഉൾപ്പെടുത്താൻ ഞങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്താൽ മാത്രം മതി. അടുത്ത നമ്മൾ ഇവിടുത്തെ ഈ ഒരു മിറർ യൂണിറ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഫുൾ ഹൈറ്റിൽ മിറർ വന്നാൽ തന്നെ ഒരു ലുക്കാണ് അല്ലേ. സ്പേസ് ചെറുതാണെങ്കിലും അത് വലിയ സ്പേസ് ആയിട്ട് കാണിക്കാൻ ഇതേപോലത്തെ മിറർ സഹായിക്കും. മാത്രമല്ല 2 പ്രൊഫൈൽ ലൈറ്റിങ് 2 സൈഡിൽ കൊടുത്താൽ അതൊരു ലക്ഷറി ആയിട്ട് മാറി. ഇതിന് വലിയ കോസ്റ്റ് ഒന്നും വരില്ല കേട്ടോ. സാധാ മിററിന് വലിയ കോസ്റ്റ് ഒന്നുമില്ല. അങ്ങനത്തെ സാധാ മിറർ നിങ്ങൾ യൂസ് ചെയ്താൽ മതി. ഇവിടെ കോളറിൻ്റെ ഒരു വാഷ് ബേസിൻ നൽകിയിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട്. ടാപ്പ് നൽകിയിരിക്കുന്ന കോളറാണ്. കോളർ എന്ന് പറയുന്ന ബ്രാൻഡ് നല്ല ക്വാളിറ്റി ഉള്ള ബ്രാൻഡ് ആട്ടോ. അതായത് ഈ ഒരു ഫിനിഷ് നമ്മൾ ഒരുപാട് കാലം ഉപയോഗിക്കുമ്പോൾ ചിലതിൻ്റെ മുകളിൽ പാടുകളൊക്കെ വരും. കോളറിനാണെങ്കിൽ അങ്ങനെ പാടുകളൊക്കെ കുറവാണ്. ഇവിടെ ഇതേപോലെ ഒരു വാനിറ്റി കൗണ്ടർ, നമുക്ക് ക്ലീനിങ്ങിൻ്റെ ഐറ്റംസ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വാനിറ്റി കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു ഏരിയ നൽകിയിട്ടുണ്ട് കേട്ടോ. നല്ല രസമുള്ളൊരു ഏരിയ ആണ്. പെബിൾസ് ഒക്കെ ഇട്ടിട്ട് സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. ഒരു വാട്ടർ ഫൗണ്ടെയിൻ ഒക്കെ നൽകിയിരിക്കുന്നു. അടിയിൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് ഇത് മുന്നേ ഇവിടുത്തെ ഒരു കോർട്ട്യാർഡായിട്ട് പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഭാഗം കുറച്ച് താഴ്ത്തിയിട്ടാണ്. കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ മണ്ണൊക്കെ ഫില്ല് ചെയ്ത് കോൺക്രീറ്റ് ചെയ്ത് കുറച്ച് താഴ്ത്തിയിട്ടാണ്. അതുകൊണ്ട് ഇതിൻ്റെ അടിഭാഗത്ത് ഗ്ലാസ് ഇട്ടിട്ട് ഈ ഗ്ലാസിൻ്റെ അകത്ത് ലൈറ്റ് കൊടുത്തിരിക്കുകയാണ്, LED ലൈറ്റുകൾ. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഇതേപോലെ പെബിൾസുകളൊക്കെ വെതറി സെറ്റപ്പ് ആക്കി വെച്ചിരിക്കുന്നു. അവിടെ ഒരു വിൻഡോ ഉണ്ട്. ആ വിൻഡോ കവർ ചെയ്യാൻ വേണ്ടിയിട്ടൊരു കർട്ടൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മുകളിൽ നിന്ന് നല്ല സൺലൈറ്റും വരുന്നുണ്ട് കേട്ടോ. മുകളിൽ സൺലൈറ്റ് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു നിസ്കാരമുറി ഉണ്ട്. ആ നിസ്കാരമുറിയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഇവിടെ ഒളു എടുക്കുന്ന ഒരു സൗകര്യം ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നു. ടൈലൊക്കെ ഇട്ടിട്ട് വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട് അല്പം താഴ്ത്തിയിട്ടാണ് ഈ ഒരു ഭാഗം സെറ്റ് ചെയ്തിരിക്കുന്നത്. നിസ്കാരമുറി വളരെ സിമ്പിളായിട്ട് ഒരു 4 ആളുകൾക്ക് നിസ്കരിക്കാൻ പറ്റുന്ന രീതിയിൽ മുസല്ലയൊക്കെ ഇടാൻ പറ്റുന്ന സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു നിസ്കാരമുറി നൽകിയിട്ടുണ്ട്. ബെഡ്റൂം നിങ്ങളെ കാണിച്ചു തരാം. മാസ്റ്റർ ബെഡ്റൂമാണ് ആദ്യം കാണിക്കുന്നത്. ഇതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. സാധാരണ നമ്മൾ ബെഡ്റൂം പ്ലാൻ ചെയ്യാത്തൊരു സ്റ്റൈലിലാണ് ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമിന് ഇതേപോലെ ഒരു ഓപ്പണിംഗ് ആണ് ആദ്യം വരുന്നത്. അതിനുശേഷം ഇവിടെ ഇതേപോലെ ഒരു കൺസോൾ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും പ്രത്യേകിച്ചുള്ള നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കുന്ന ഫുഡ് വെയർസ് ഒക്കെ വേണമെങ്കിൽ ഇതിനകത്ത് സ്റ്റോർ ചെയ്യാം. അല്ലെങ്കിൽ കുറച്ചൊക്കെ സാധനങ്ങൾ ഇതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് ഇവിടെ കൊടുത്തു. ഇവിടെ ഒരു മിററും കൊടുത്തു. അപ്പം നമുക്ക് ഒന്ന് പുറത്ത് പോകുന്നതിന് മുമ്പ് അവസാനത്തെ ഒരു ഫിനിഷിംഗ് വർക്ക് ഇവിടുന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ തന്നെ ഒരു മിറർ സെറ്റ് ചെയ്തു. നല്ല ഭംഗിയുള്ളൊരു പോട്ട് ഉണ്ട്. ഞാൻ പറഞ്ഞ പ്രത്യേകത ഇതാണ്. ഇവിടെ മാസ്റ്റർ ബെഡ്റൂം, തൊട്ടടുത്ത് തന്നെ കിഡ്സ് ബെഡ്റൂം. ചെറിയ മക്കളാണ്. അപ്പോൾ ഈ മക്കള് ഈ പെട്ടെന്ന് തന്നെ നമ്മൾ അടുത്ത് തന്നെ ഉണ്ടെങ്കിൽ നല്ല സുഖമല്ലേ. അപ്പോൾ തൊട്ടടുത്ത റൂം തന്നെ മക്കൾക്ക് കൊടുത്തു. ഇതേപോലെ 2 ബെഡുകളാണ് സിംഗിൾ ബെഡായിട്ട് ഇവിടെ വെച്ചിരിക്കുന്നു. 2 കുട്ടികൾ, ചെറിയ കുട്ടികൾ, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയും ചെറിയ കുട്ടികളായിട്ടുണ്ട്. അവർക്ക് 2 സെപ്പറേറ്റ് ബെഡുകൾ നൽകി. അവർക്ക് നല്ല ഭംഗിയുള്ള ഒരു വാർഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നു. വാർഡ്രോബിൽ ഇതേപോലെ അവിടെ കുട്ടികൾക്ക് പഠിക്കാനുള്ളൊരു സൗകര്യമുണ്ട്. ഡോർ ഇങ്ങനെ അടച്ചു കഴിഞ്ഞാൽ ഇവിടെ പഠിക്കാൻ പറ്റുന്ന നല്ലൊരു ഏരിയ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഡ്രോവറുകളൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. കളർ കോമ്പിനേഷൻ ഉഷാറല്ലേ. ഇതേ കളറിൻ്റെ തന്നെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഇവിടെ കർട്ടൻ വരുന്നുണ്ട്. ഈ വാളിലേക്ക് വരികയാണെങ്കിൽ മിറർ ഉപയോഗിച്ചിട്ടൊരു മിറർ പാനലിങ് ചെയ്തിട്ടുണ്ട്. നല്ല പ്രീമിയം സ്റ്റൈലാട്ടോ. മിറർ പാനലിംഗ് ആണ് ഇതിന് പറയുക. 2 സൈഡിലും വെയിൻസ്കോട്ട് നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഫ്രഞ്ച് മോൾഡിങ്സ് എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു സാധനം, ഒരു ഫ്ലവറിൻ്റെ ഒക്കെ സ്റ്റൈലിൽ വരുന്ന ഒരു സാധനം ഇതിൻ്റെ കോർണേഴ്സിൽ നൽകിയിട്ടുണ്ട്. കിഡ്സ് എത്ര അടിപൊളിയാണെങ്കിലും മാസ്റ്റർ ബെഡ്റൂം എത്ര അടിപൊളിയായിരിക്കും. ഈ കാണുന്നതാണ് മാസ്റ്റർ ബെഡ്റൂം. ഫ്ലോറിങ്ങിൻ്റെ ടൈലെല്ലാം എല്ലായിടത്തും ഒരേ ടൈൽ തന്നെ ഉപയോഗിച്ചിട്ടോ. അതായത് ലിവിങ്ങിലും ഡൈനിങ്ങിലും ബെഡ്റൂമിലൊക്കെ ഒരേ ഡിസൈൻ തന്നെ ഉപയോഗിച്ചിരിക്കുന്നു. ഏറ്റവും ഹൈലൈറ്റ് ഈ പുറകിൽ കാണുന്ന ഹെഡ് ബോർഡാണ്. ഹെഡ് ബോർഡിൽ ഇതേപോലെ നല്ല രസമുള്ള രീതിയിൽ മോൾഡിങ്ങുകൾ ചെയ്തിട്ടുണ്ട്. സാധാരണ നമുക്ക് മോൾഡിങ് ഇങ്ങനെ വളഞ്ഞിട്ട് കിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ആർക്കിടെക്റ്റ് എന്ത് പണിയെടുത്തു? ഒരു മൾട്ടിവുഡ് ബോർഡ് CNC ചെയ്തിട്ട് ഇതേപോലെ വളച്ച് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ബാക്കിയുള്ള പീസസ് ഇവിടെയുള്ള ബാക്കിയുള്ള ഇൻറ്റീരിയർ വർക്കിനൊക്കെ ഉപയോഗിച്ചിട്ട് ഈ ഒരു പീസ് മാത്രം ഇങ്ങനെ ഇതിനകത്തേക്ക് ഒട്ടിച്ച് വെച്ചിട്ടാണ് ഈ ഒരു ഡിസൈൻ ഉണ്ടാക്കിയത്. ഇവിടെ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നല്ല രസം. ഇവിടുന്ന് ഇങ്ങനെ ഒരു ലൈറ്റ് വരുന്ന കാണാം. അത് ഈ ലൈറ്റ് മുകളിലേക്ക് ഇതിൻ്റെ മുകളിലൊക്കെ തട്ടി നല്ലൊരു ഫീല് വരുന്നുണ്ട്. കട്ടിൽ വരുന്ന സമയത്ത്
കിങ് സൈസ് കട്ടിലാണ്. ഫുള്ളായിട്ട് ഹെഡ് ബോർഡുകളൊക്കെ കുഷൻ വർക്ക് ചെയ്തിരിക്കുന്നു. കട്ടിൽ ഫുള്ളായിട്ട് കുഷൻ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ കുഷൻ വർക്ക് കാണാം. ഫ്രണ്ടിൽ ഒരു ബെഞ്ച് കൊടുത്തിട്ടുണ്ട്. ഈ ബെഞ്ചിൻ്റെ പേരെന്താണെന്ന് അറിയാം? ഓട്ടോമൻ ബെഞ്ച് എന്നാണ് ഇതിനെ പറയുക. ഇത് നമുക്കിങ്ങനെ ഓപ്പൺ ആക്കാനൊക്കെ പറ്റും. ഇതിനകത്ത് സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ബെഡ്ഷീറ്റുകളൊക്കെ എവിടെയാണ് വെക്കുക എന്ന് അറിയണമെങ്കിൽ ഇതിനകത്ത് തന്നെ തുറന്നു നോക്കിയാൽ മതി. ബെഡ്ഷീറ്റുകളൊക്കെ ഇതിനകത്ത് വെക്കാം. നമുക്ക് പെട്ടെന്ന് ബെഡിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലമാണ്. കാണാനും നല്ല ഭംഗിയാണ്. വലിയ എക്സ്പെൻസും വരില്ല ഇങ്ങനത്തെ സാധനം ചെയ്യിക്കാൻ. 2 സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. രസമുള്ള സൈഡ് ടേബിളാണ്. കർട്ടൻ ഇവിടെ ഫുള്ളായിട്ട് കൊടുത്തിരിക്കുകയാണ്. പിന്നെ മെയിൻ സാധനം ഈ ഒരു വാളാണ്, ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന വാള്. ശരിക്കും ഇത് TV യൂണിറ്റിന് പ്ലാൻ ചെയ്തതാണ്. ഒപ്പം ഇവിടെ TV വേണ്ടാന്ന് കസ്റ്റമർ പറഞ്ഞുകൊണ്ട് ഒരു വാൾ ഫ്രെയിം കൊടുത്തിരിക്കുന്നു. ഒരു ലൂവർ ഇതേപോലെ നന്നായിട്ട് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു. വാർഡ്രോബ് ഇതേപോലെ സ്ലൈഡിങ് വാർഡ്രോബാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഡോറ് തുറക്കാനുള്ള സ്പേസ് ഇവിടെ കുറവായതുകൊണ്ട് സ്ലൈഡിങ് വാർഡ്രോബ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വാർഡ്രോബിൽ തന്നെ മിററിൻ്റെ ഒരു ചെറിയ സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ ഫുൾ ഹൈറ്റിലുള്ളൊരു മിറർ കൊടുത്തിരിക്കുന്നു. അതിന് ഇതേ വാർഡ്രോബിൻ്റെ ഫിനിഷ് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ലാവൻഡറിൻ്റെ കുറച്ചുകൂടെ ഒരു ഡാർക്ക് ഷെയ്ഡാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ബാത്റൂമിൻ്റെ ഡോറ് നൽകിയിരിക്കുന്നത് ഇതേപോലെ വൈറ്റ് ഫിനിഷിലാണ്. ഹവായിൻ്റെ FRP ഡോറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഹവായി എന്ന് പറയുന്ന ബ്രാൻഡ് ഇറക്കുന്ന FRP ഡോറാണ്. അതിൻ്റെ വൈറ്റ് ഫിനിഷ് തന്നെ ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ മൂന്നാമത്തെ ബെഡ്റൂം ഒന്ന് കാണാം. ഗസ്റ്റ് ബെഡ്റൂം കാണാം. മൂന്നാമത്തെ ബെഡ്റൂമാണ്. ഡോറ് നൽകിയിരിക്കുന്നത് ഈ ഒരു വൈറ്റ് തീമിൽ തന്നെയാണ്. വൈറ്റ് ഡിസൈൻ ഇങ്ങനെ തന്നെ കിട്ടുന്നല്ല. വെയിൻസ്കോട്ടിൻ്റെ പാനൽ ഇതിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്തിട്ട് ഒന്നിച്ച് PU പെയിൻറ്റ് ചെയ്യുമ്പോഴാണ് ഈ ഒരു ഫിനിഷിലേക്ക് വരുന്നത്. നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇതാണ് ബെഡ്റൂമിൻ്റെ ഡിസൈൻ നൽകിയിരിക്കുന്നത്. ക്യൂൻ സൈസിൽ വരുന്നൊരു ബെഡ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഹെഡ് ബോർഡ് നല്ല രസത്തിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ഭാഗം നൽകിയിരിക്കുന്ന ഒരു കളർ കോമ്പിനേഷൻ തന്നെ ആ ഒരു റൂമിൻ്റെ ആംബിയൻസിനെ നന്നായിട്ട് എലവേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇതേപോലെ കർട്ടൻസ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ന്യൂട്രൽ കളർ കർട്ടൻ ഫാബ്രിക് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ വാർഡ്രോബ് ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നു. നല്ല രസമുള്ളൊരു പാറ്റേൺ ഇവിടെ കൊടുത്താണ്ടില്ലേ. മൾട്ടിവുഡിൽ ഇതിനകത്ത് ഇതേപോലെ ഗ്രൂസ് വർക്ക് ചെയ്തിട്ട് ആ ഒരു ഡോറിൻ്റെ മുകളിലേക്ക് അറ്റാച്ച് ചെയ്ത് സിമ്പിളായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഡിസൈൻ. പക്ഷെ നല്ല എലഗൻസ് ആ ഒരു ഡിസൈന് വരുന്നുണ്ട്. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്നത് ഈ ഭാഗത്താണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം ആട്ടോ. 390 ഇവിടെ ലെങ്ത് വരുന്നത്. 360 വിടുത്ത് വരുന്നത്. ഈ വാളിലൊക്കെ വെയിൻസ്കോട്ട് പാനലിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. ഇനിയും നമുക്ക് ബെഡ്റൂമുകൾ കാണാനുള്ളത്. ഇനിയുള്ള ബെഡ്റൂമുകളൊക്കെ അപ്സ്റ്റെയറിലാണ് ചെയ്തിട്ടുള്ളത്. അപ്സ്റ്റെയറിലേക്ക് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് സ്റ്റെയർ കേസ് നൽകിയിരിക്കുന്നത് ഈ ഭാഗത്താണ്. സ്റ്റീൽ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റെയർ കേസ്. അപ്പോൾ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഈ കാണുന്ന സ്റ്റെപ്പുകളാണ് സ്റ്റീലിൽ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം വരുന്ന സ്റ്റെപ്പുകളെല്ലാം കോൺക്രീറ്റിലാണ് ചെയ്തിട്ടുള്ളത്. കോൺക്രീറ്റും സ്റ്റീലും കൂടെ ക്ലബ് ചെയ്തിട്ട്, അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ എടുത്ത് കാണുന്ന ഭാഗം സ്റ്റീലിൽ ചെയ്യുന്നു, അതിനുശേഷമുള്ളത് കോൺക്രീറ്റിൽ ചെയ്യുന്നു. അങ്ങനെ ഒരു കൺസെപ്റ്റാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിൻ്റെ ഒരു മെച്ചം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റീലിൻ്റെ ഒരു ലുക്ക് നമുക്ക് കിട്ടും. ആ ഒരു ആംബിയൻസ് ഒക്കെ നമുക്ക് കൊണ്ടുവരാം. ടോട്ടൽ ഇപ്പോൾ നോക്കുന്ന സമയത്ത് കോൺക്രീറ്റിനേക്കാളും സ്റ്റീൽ സ്റ്റെയർ കേസിനാണ് നമുക്ക് മാർക്കറ്റ് റേറ്റ് ഇപ്പോൾ കൂടുതൽ. സ്റ്റീലിൻ്റെ ഒക്കെ റേറ്റ് ക്രമാതീതമായിട്ട് വർദ്ധിച്ചതിന് ശേഷം റേറ്റ് ഇതിനാണ് കൂടുതൽ. അപ്പോൾ നമ്മൾ രണ്ടും കൂടെ ക്ലബ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റേറ്റ് നന്നായിട്ട് കുറയ്ക്കാനും സാധിക്കും. ആംബിയൻസ് അതേപോലെ നിലനിർത്താനും പറ്റും. സ്റ്റെയർ കേസിൻ്റെ അടിഭാഗത്തുള്ള ഏരിയാസ് ഇതേപോലെ യൂസബിൾ ആയിട്ടുള്ള സ്ഥലമാക്കി മാറ്റിയിട്ടുണ്ട്. ഇവിടെ ഒരു സോഫ സീറ്റർ നൽകിയിട്ടുണ്ട്. ഇവിടെ UPVC ഡോറ് നൽകിയിരിക്കുകയാണ്. നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുന്ന രീതിയിൽ UPVC ഡോറ് നൽകിയിരിക്കുകയാണ്. ഒരു പാറ്റിയോ സ്പേസിലേക്കാണ് നമ്മൾ ഇറങ്ങുന്നത്. ഗ്ലാസ് റൂഫാണ് നൽകിയിട്ടുള്ളത്. നല്ല വെളിച്ചവും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഗ്ലാസ് കൊടുത്തിരിക്കുന്നു. നമ്മളിപ്പോൾ വീടിൻ്റെ പുറത്തെത്തി. ഫുള്ളായിട്ട് വീടിൻ്റെ സൈഡ് ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് തിരിച്ചകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇത് ക്ലോസ് ചെയ്തിടാനും പറ്റും. സ്റ്റെയർ കേസിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ സ്റ്റെപ്പുകൾക്കൊക്കെ കൊടുത്തിരിക്കുന്നത് കരിമ്പനയാട്ടോ. അതിൻ്റെ ഒരു ഗ്രെയിൻസ് തന്നെ കാണുമ്പോൾ നമുക്കറിയാം പനയുടെ ഗ്രെയിൻസ് ആണ്. പണ്ട് നമ്മുടെ തറവാട്ടിലൊക്കെ കൊടുക്കുന്ന കരിമ്പനയുടെ ഗ്രെയിൻസ് തന്നെ ഇവിടെ കാണാൻ പറ്റും. ഇപ്പം പുതിയ വീട്ടിലൊക്കെ ഇത് കൊടുത്ത് കാണുന്നുണ്ട് കേട്ടോ. നല്ല ഹാർഡായിട്ടുള്ളൊരു വുഡ് കൂടെയാണ്. സ്റ്റെപ്പുകൾക്കൊക്കെ നമുക്ക് കൂളായിട്ട് ഉപയോഗിക്കാം. ഇതിൻ്റെ ലാൻഡിങ് സ്പേസ് നന്നായിട്ട് കൊടുത്തിരിക്കുന്നു. 1.5 മീറ്റർ ഇവിടെ ലാൻഡിങ് സ്പേസ് വരുന്നുണ്ട്. വിൻഡോസൊക്കെ ഞാൻ പറയാൻ വിട്ടുപോയതാണ്. സ്റ്റീൽ വിൻഡോസ് ആണ്. സ്റ്റീൽ വിൻഡോസിൽ വൈറ്റ് PU പെയിൻറ്റ് ചെയ്തിട്ടാണ് ഈ ഫിനിഷിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഗ്രില്ല് മാത്രം ബ്ലാക്ക് കൊടുത്തു. അപ്പോൾ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഈ ഒരു ലാൻഡിങ് പോർഷൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. 2 ഭാഗത്തും ക്ലാസിക് ആയിട്ടുള്ള മോൾഡിങ്ങുകളൊക്കെ കൊടുത്ത് ലൈറ്റൊക്കെ കൊടുത്ത് സെറ്റാക്കിയിരിക്കുന്നു. മുകളിലേക്ക് വരികയാണെങ്കിൽ സീലിങ്ങിൽ നല്ല രസമുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. മാത്രമല്ല സീലിങ്ങിൽ ചെറിയ ഹോൾസ് കൊടുത്തിട്ട് നാച്ചുറൽ ലൈറ്റ് വരുന്ന രീതിയിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. കയറി വരുന്നിടത്ത് ഇതേപോലെ ഒരു അയൺ ബോക്സിൻ്റെ ടേബിൾ വരുന്നുണ്ട്. നമ്മൾ ഒരുപാട് ആളുകൾക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ള ഐഡിയ ആണ്. വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ തന്നെ മൈ ബെറ്റർ ഹോമിൽ ഇത് കണ്ടിട്ടുണ്ടാവും. ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. എടുത്ത് പറയേണ്ടത് ഇവിടെ ഒരു ഹോം തിയേറ്റർ കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്ത്. ഹോം തിയേറ്ററിൻ്റെ ഇൻസൈഡ് ഞാൻ കാണിച്ചു തരാം. നേരെ നമ്മൾ അകത്തേക്ക് വരികയാണെങ്കിൽ
സൗണ്ട് പ്രൂഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അക്കോസ്റ്റിക്സ് എന്നാണ് അതിനെ പറയുക. ഹോം തിയേറ്ററിൻ്റെ അക്കോസ്റ്റിക്സ് ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ലൈറ്റ് എഫക്റ്റും കൊടുത്തിട്ടുണ്ട് സീലിങ്ങിലും, അതേപോലെ ഇവിടെയൊക്കെ ഇൻബിൽറ്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് സ്ക്രീന് വരുന്നത്. 4 സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഒരു മിനി ആയിട്ട് ചെയ്തിരിക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു 6 ആക്കി മാറ്റാൻ പറ്റുന്ന ഒരു സ്പേസ് ഇവിടെ നൽകിയിട്ടുണ്ട്. ആദ്യത്തെ ബെഡ്റൂമാണിത്. ഇവിടെ ഇതേപോലെ കിങ് സൈസിലുള്ള ഒരു കോട്ട് നൽകിയിട്ടുണ്ട്. ഒരു വാർഡ്രോബ് ഇവിടെ നൽകിയിരിക്കുന്നു. ഫുൾ ഹൈറ്റിലുള്ള വാർഡ്രോബാണ്. നല്ല രസമുള്ള ഹാൻഡിലൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു വാർഡ്രോബ്. അതിൽ തന്നെ ഒരു ഭാഗത്ത് ഇതേപോലെ ഒരു ഏരിയ നൽകിയിട്ടുണ്ട്. അതിൽ നമുക്കൊരു സ്റ്റഡി യൂണിറ്റ് പോലെ ഇവിടെ യൂസ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഒരു ഷെൽഫും കാര്യങ്ങളൊക്കെയാണ് നൽകിയിട്ടുള്ളത്. ഇത് വലിയൊരു മിറർ നൽകിയിരിക്കുന്നു. ഇവിടെയാണ് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്നത്. ഇത്രയാണ് ഈ ഒരു ബെഡ്റൂമിൽ നമുക്ക് കാര്യമായിട്ട് പറയാനുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂം, അതായത് ഈ വീട്ടിലെ 5ാമത്തെ ബെഡ്റൂമാണ് നമ്മൾ കാണുന്നത്. ഇതേപോലെ ഒരു പാസേജ്, ഇവിടെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്നുണ്ട്. ഇവിടെയാണ് ബെഡ്റൂം ഏരിയ വരുന്നത്. കിങ് സൈസിൽ വരുന്ന ഒരു കോട്ട് നൽകിയിരിക്കുന്നു. നല്ല രസമുള്ള 2 സൈഡ് ടേബിള്. ഇതാണ് ഹെഡ് ബോർഡിൻ്റെ ബാക്ക് വാൾ ഡിസൈൻ എന്ന് പറയുന്നത്. നല്ല അടിപൊളിയായിട്ട് പ്രീമിയം ഫീൽ ചെയ്തിരിക്കുന്നു. WPCയിൽ ഗ്രൂവ് വർക്ക് ചെയ്തിട്ടാണ് ഈ ഒരു ഫിനിഷിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൻ്റെ ഇടയിലൊക്കെ ലൈറ്റ് കൊടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പാനലിംഗ് മാത്രമല്ല, നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ വാർഡ്രോബിൻ്റെ ഡിസൈനും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ലക്ഷറി ഫിനിഷ് കിട്ടുന്ന രീതിയിൽ തന്നെ ഫ്രണ്ടിൽ ഗ്രൂവ് വരുന്ന ഷട്ടേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. റോമൻ ബ്ലൈൻഡ് ആണ് ഇവിടെ കർട്ടൻസിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. സോ ഇത്രയൊക്കെയാണ് ഈ വീട്ടിൽ നമുക്ക് പറയാനുള്ളത്. ഇനി വീട്ടിൽ വർക്ക് ചെയ്തിരിക്കുന്ന ആർക്കിടെക്ട്സിൻ്റെ പ്രൊഫൈൽ നമുക്ക് ഒന്നുകൂടെ ഒന്ന് പരിശോധിക്കാം. എസ്റ്റിക് ലാവിയോ എന്ന് പറയുന്ന കാലിക്കറ്റ് ബേസ് ചെയ്ത് ഓഫീസ് വരുന്ന സ്ഥാപനത്തിൻ്റെ വർക്കാണ് ഇന്ന് നമ്മൾ ഫീച്ചർ ചെയ്തിരിക്കുന്നത്. അവർ ഓൾ കേരള ലെവലിൽ വർക്ക് എടുക്കുന്ന ആളാണ്. പ്ലസ് ബാംഗ്ലൂരിൽ ഇവിടെ അവരുടെ വർക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ബാംഗ്ലൂരിലും അവരുടെ സർവീസ് അവൈലബിൾ ആണ്. സർവീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കിടെക്ചറൽ സർവീസ്, പ്ലാന്, അതിൻ്റെ സൂപ്പർവിഷന്, അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം കോർഡിനേഷൻ എല്ലാം അവർ ചെയ്യും. കോൺട്രാക്ട് കൺസ്ട്രക്ഷൻ നിങ്ങൾ അവരെടുത്ത്, അവർ വേണമെങ്കിൽ വേറെ ആളുകൾ അറേഞ്ച് ചെയ്ത് തരും, അല്ലെങ്കിൽ നിങ്ങളുടെ ഓൺ കോൺട്രാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് നിങ്ങൾക്ക് പണിയിപ്പിക്കാവുന്നതാണ്. ഇൻറ്റീരിയറിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു ടേസ്റ്റ് അനുസരിച്ചിട്ടുള്ള ഇൻറ്റീരിയർ ഡിസൈൻ, അതിൻ്റെ കംപ്ലീറ്റ് വർക്ക്, പ്രൊഡക്ഷൻ വർക്ക്, അതിൻ്റെ ഫിനിഷിങ്, ഡെക്കോർ വർക്കുകൾ, ഫർണിച്ചർ കസ്റ്റമൈസേഷൻ, ലാൻഡ്സ്കേപ്പ് വർക്കുകൾ, ഇതെല്ലാം അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തു തരും. ഇതൊക്കെയാണ് സർവീസിൽ പറയാനുള്ളത്. ഇനി അവരുടെ സർവീസ് കോസ്റ്റിലേക്ക് വരികയാണെങ്കിൽ അത് ഞാൻ ഇതേപോലെ വേറൊരാളുടെ കോസ്റ്റ് ഞാൻ പറയുന്നത് ശരിയല്ല. കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്പ്ലേയിലും അതേപോലെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലൊക്കെ നിങ്ങൾക്ക് വേണ്ടി നൽകാം. അവരുടെ വാട്സപ്പ് നമ്പറും ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവരെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, നല്ലപോലെ സംസാരിക്കുക, നിങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ സിങ്ക് ആവുന്നുണ്ടോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അതിനുശേഷം കൃത്യമായിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് മേടിച്ചിട്ട് നിങ്ങൾക്ക് അത് അഫോർഡബിൾ ആവുമെങ്കിൽ അവരെ വർക്ക് ഏൽപ്പിക്കാവുന്നതാണ്. ഇതിനു മുമ്പും അവരുടെ വർക്കുകൾ നമ്മൾ ഫീച്ചർ ചെയ്തിട്ടുണ്ട്. അതിൽ നല്ല രീതിയിൽ ജനങ്ങളുടെ ഒരു പിന്തുണയും സ്വീകാര്യതയും ആ വീഡിയോയ്ക്ക് ലഭിച്ചിരുന്നു. അതിനുശേഷം നമ്മൾ മറ്റൊരു നിയോ ക്ലാസിക്കൽ വർക്കുമായിട്ട് വന്നിരിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് അതേപോലെ ഇഷ്ടപ്പെടുന്നുള്ള കാര്യം പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീട് വെക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് വീട് വെക്കുന്ന സമയത്തും അല്ലാത്ത സമയത്തൊക്കെ എപ്പോഴും ഉപകാരപ്പെടുന്ന ഒരു ആർക്കിടെക്ചറൽ ചാനലായിരിക്കും മൈ ബെറ്റർ ഹോം. സോ സബ്സ്ക്രൈബ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ